ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ എന്നോട് മുൻപ് ടോബിയും ഡാൻസോ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായി. അത് മാത്രമായിരുന്നില്ല എനിക്ക് ഉറപ്പുവരുത്തേണ്ടിയിരുന്നത്. നിന്റെ കൂടെ ഉണ്ടാവുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഓർക്കുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ ഒരുമിച്ച് കളിച്ചതും പിന്നീട് എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടതൊക്കെ. നീ എങ്ങനെയൊക്കെ ഗ്രാമത്തെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ഞാൻ എന്നാൽ കഴിയുന്ന വിധം അത് നശിപ്പിച്ചിരിക്കും. എന്തായാലും മിഷൻ തന്നെയാണല്ലോ. പക്ഷെ ഇതിപ്പോ നീ നിന്റെ ആൾക്കാർ തന്നെയാ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. മാത്രമല്ല ഞങ്ങൾ സംശയത്തിന് നിഴലിലാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്കത് അറിയാമെന്നുള്ള കാര്യം എനിക്ക് തോന്നിയതായിരുന്നു. പക്ഷെ തൽക്കാലം നീ ഒന്നും ചെയ്യണ്ട. അതെന്താ അങ്ങനെ? പോലീസ് ഫോഴ്സിലെ ചില ആളുകൾക്ക് നിന്നെ നല്ല സംശയമുണ്ട്. നിന്നെ പ്രത്യേകം വാച്ച് ചെയ്യാൻ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആ മീറ്റിംഗിൽ ഷിസുയും പങ്കെടുക്കും. അതിൽ ലീഫിനെതിരെ ഫുഗാക്കോ ഉച്ചിഹ എന്തെങ്കിലും കലാപം ഉയർത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ ഞാൻ എന്റെ കോട്ടോ അമത്സുക്കാമി ഉപയോഗിക്കണം. ഉച്ചിഹാമാരുടെ കലാപം തടയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ശരിക്കും യുദ്ധം ഉണ്ടാവും. ഞാനിതൊക്കെ കോട്ടോ അമത്സുക്കാമി ഉപയോഗിച്ചുകൊണ്ട് തടയാൻ ശ്രമിച്ചപ്പോ ഡാൻസോ എന്റെ വലത് കണ്ണ് തട്ടിപ്പറിച്ചെടുത്തു. ആ മനുഷ്യന് എന്നെ തീരെ വിശ്വാസവുമില്ല. അയാൾ എന്റെ ഇടത് കണ്ണും തേടി വരുമെന്നാ തോന്നുന്നേ. അത് അയാൾക്ക് കിട്ടുന്നതിന് മുൻപ് ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. നിന്നെ മാത്രമേ ഞാൻ എന്റെ യഥാർത്ഥ സുഹൃത്തായി വിശ്വസിക്കുന്നുള്ളൂ. വേറെ ആരുമില്ല. ഉച്ചിഹാമാരെയും ഗ്രാമത്തെയും നീ വേണം സംരക്ഷിക്കാൻ. ഒന്നുകിൽ നീ ഉച്ചിഹമാരോട് കൂടുക, അല്ലെങ്കിൽ ലീഫിനോടൊപ്പം നിൽക്കുക. നിന്റെ അനിയനെ മാത്രം രക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ള ഉച്ചിഹമാരെ ഉന്മൂലനം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുക. എന്തൊക്കെ സംഭവിച്ചാലും ശരി, വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ലീഫിനെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഹിറ്റാച്ചി ഉച്ചിഹ തന്നെ. ഹിറ്റാച്ചിയോ? കാത്തു നിന്ന് ഒടുവിൽ അവൻ ഇതുപോലൊരു അക്രമം ചെയ്യേണ്ടി വന്നതാണ്. എന്നാലും അവൻ ഇങ്ങനെ ചെയ്യോ? ഇതിനെ തുടർന്ന് ഞാൻ നിരീക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾ ആരെങ്കിലും സാസുക്കയെ തൊട്ടാൽ ഞാൻ ഇവിടുത്തെ രഹസ്യങ്ങൾക്ക് ശത്രു രാജ്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണം. അങ്ങയുടെ മനോഭാവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ശരിക്കും നന്ദി പറയേണ്ടത് നിന്നോടാ. നീ കാരണം ലീഫിൽ നടക്കാനിരുന്ന വലിയൊരു കലാപം വഴിമാറി. ആരും അറിയാതെ പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്ക് കഴിഞ്ഞു. ഞാനല്ലേ നിന്നോട് മാപ്പ് പറയേണ്ടത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്വന്തം കുലത്തെ നശിപ്പിച്ച് റഫ് നെഞ്ചായിട്ടല്ലേ നീ അറിയപ്പെടാൻ പോകുന്നത്. ഒരു കുറ്റവാളിയായി മുദ്ര കുത്തപ്പെടാൻ പോകുന്ന നിന്റെ ജീവൻ അപകടത്തിലാകുകയല്ലേ. അതൊന്നും സാരല്ല.